KSRTCയിൽ TDF ആഹ്വാനം ചെയ്ത ജീവനക്കാരുടെ സമരം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 92% ബസ്സുകളും ഇന്ന് സർവീസ് നടത്തിയെന്നാണ് KSRTCയുടെ കണക്ക്. 60% ജീവനക്കാരും സമരത്തിൽ പങ്കെടുത്തെന്നും താൽക്കാലിക ജീവനക്കാരെ ഇറക്കിയാണ് സമരത്തെ സർക്കാർ നേരിട്ടത് എന്നുമാണ് TDFന്റെ ആരോപണം. സമരം ആരംഭിച്ചത് ഇന്നലെ അർദ്ധരാത്രി 12 മണിക്ക്. 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരക്കാർ 24 മണിക്കൂർ സമരം നടത്തുന്നത്. ഇപ്പോഴും ആ സമരം പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തൊട്ടാകെ 4026 ബസ്സുകളാണ് ഇന്ന് സർവീസ് നടത്തിയത്. സമരത്തെ തുടർന്ന് 272 ഷെഡ്യൂളുകൾ മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്തതെന്ന് KSRTC അറിയിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച 4298 ബസ്സുകളാണ് സർവീസ് നടത്തിയത്. കോഴിക്കോട് ജില്ലയിൽ മുഴുവൻ ബസ്സുകളും സർവീസ് നടത്തി. തിരുവനന്തപുരം ജില്ലയിൽ 8 സർവീസുകൾ മാത്രമാണ് മുടങ്ങിയതെന്നാണ് ഗതാഗത വകുപ്പിന്റെ കണക്ക്. പാറശാലയിലൊക്കെ ഞങ്ങൾ അഡീഷണൽ സർവീസാണ് ഓടിക്കുന്നത്. KSRTC മാധ്യമപ്രവർത്തകർ തന്നെ ചോദിക്കുന്നത് കൂടുതൽ ബസ് റോഡിൽ കാണുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ മലപ്പുറം, പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ അറ്റൻഡൻസ് കുറവുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങൾ മറ്റ് ഡിപ്പോകളിലെ ജീവനക്കാരെ കൊണ്ടുവന്നിട്ടും എംപാനലുകാരെ വെച്ചിട്ടും വണ്ടി പരമാവധി ഓടിക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ സമരക്കാർ ബസ്സുകൾ തടഞ്ഞു. ഏറ്റവും അധികം ജീവനക്കാർ പണിമുടക്കിയത് പെരുമ്പാവൂരിലാണ്. 42 സർവീസിൽ 13 എണ്ണം മാത്രമാണ് ഇന്ന് നിരത്തിലിറങ്ങിയത്. താൽക്കാലിക ജീവനക്കാരെ വെച്ചാണ് സമരം പൊളിക്കാൻ സർക്കാർ ശ്രമിച്ചതെന്ന് TDF ആരോപിച്ചു. ബദലി താൽക്കാലിക ജീവനക്കാരെ വെച്ചുകൊണ്ടാണ് സർവീസ് നടത്തുന്നത്. ലൈസൻസ് പോലും കൊണ്ടുവരാത്തവരെ വച്ച് ഇന്ന് ഓടിപ്പിച്ച അനുഭവം പാലോട് ഡിപ്പോയിലുണ്ടായി. പല ഡിപ്പോകളിലും സർവീസുകൾ പകുതിയിലേറെ മുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൊട്ടാരക്കരയിൽ സമരക്കാർ ബസ്സിന് കേടുപാട് വരുത്തിയെന്ന ആരോപണവും ഉയർന്നു. മന്ത്രി അന്വേഷണവും പ്രഖ്യാപിച്ചു. പണിമുടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, പണിമുടക്കട്ടെ, അത് ഒരു സമരത്തിന്റെ ഭാഗമാണ്. പക്ഷെ അത് ഈ KSRTCയുടെ സ്വത്തുക്കളെ ഡാമേജ് ചെയ്യുന്ന തരത്തിൽ ഒരു കാരണവശാലും അനുവദിക്കില്ല. ഇതിൽ പൊതുമുതൽ നശിപ്പിക്കൽ വകുപ്പ് പ്രകാരം കേസെടുക്കും. മാത്രമല്ല, ഞാനത് SP-യോട് സംസാരിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ പോലീസായിരിക്കും നടത്തുന്നത്. തമ്പാനൂരിൽ ആളില്ലാതെ സർവീസ് നടത്തിയെന്നാരോപിച്ച് സമരക്കാർ ബസ് തടഞ്ഞു. 2 വണ്ടി ഒരേ റൂട്ടിൽ ആളില്ല, ഒരാളില്ല, 2 വണ്ടി ഒരേ റൂട്ടിൽ ഒരുമിച്ച് ഓടാണ്. ആവശ്യത്തിലൂടെ വണ്ടി ഒരേ റൂട്ടിൽ പോവാണ്. ആളില്ല വണ്ടികളോടി, ആളില്ല വണ്ടികളോടി, ആളില്ല വണ്ടികളോടി. എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം വിതരണം ചെയ്യുക എന്നതുൾപ്പെടെ 12 ആവശ്യങ്ങൾ ഉയർത്തിയാണ് TDF 24 മണിക്കൂർ സമരം നടത്തുന്നത്. സമരം വിജയമെന്ന് TDF-ഉം പരാജയമെന്ന് സർക്കാരും പറയുന്നു. സമരത്തിന്റെ ജയപരാജയങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അവിടെ നിൽക്കട്ടെ. സമരക്കാർ ഉയർത്തുന്ന പല ആവശ്യങ്ങളും ന്യായമാണ്. അതിന് സർക്കാർ ഇടപെട്ട പരിഹാരം കാണേണ്ടതുണ്ട്. ക്യാമറാമാൻ അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. സമരം പൊതുജനത്തെ ബാധിച്ചെങ്കിൽ അത് എത്രത്തോളം? പണിമുടക്കിൽ യാത്രക്കാർ വലഞ്ഞോ? പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കണം. ഈ പ്രതിഷേധക്കാർ ഉയർത്തുന്നത് ന്യായമായ ആവശ്യങ്ങളാണ് ചിലത്. അത് സർക്കാരിന് എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക എന്നുള്ള കാര്യം സർക്കാരും ആലോചിക്കട്ടെ. പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നത് സംബന്ധിച്ച പ്രതികരണത്തിലേക്കാണ് ഇനി. അല്ല, ജോലി ചെയ്ത ശമ്പളം കറക്റ്റായിട്ട് കിട്ടണം, അതാണല്ലോ എല്ലാ തൊഴിലാളികളുടെ ആവശ്യം. അതിനുവേണ്ടി സമരം ചെയ്യുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ബസ് ഓടുന്നത് മാത്രമല്ല, തൊഴിലാളികൾ എത്ര പേര് സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജയം. കാരണം എവിടെയെങ്കിലും നിൽക്കുന്ന കുറേ ആൾക്കാരെ വിളിച്ച് സർവീസ് നടത്തിയതിന് ശേഷം പണിമുടക്ക് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. എന്തായാലും അതിന് അവർക്കുള്ളൊരു ശമ്പളമൊക്കെ കിട്ടണമല്ലോ. അതിനുള്ളൊരു സമരം എല്ലാവിധ സമരങ്ങളെയും അതിൻ്റെതായ രീതിയിൽ കണ്ടാൽ മതി. സമരം തീർച്ചയായിട്ടും വിജയമാണ്. ശമ്പളം പോലും ലഭിക്കാത്ത ജീവനക്കാരുടെ പ്രതിഷേധമാണ് ഈ സമരത്തിലൂടെ നമ്മൾ രേഖപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. ജീവനക്കാരുടെ അറ്റൻഡൻസ് എടുത്ത് നോക്കിയാൽ തന്നെ സ്ഥിരം ജീവനക്കാർ 60%-ലധികം സ്ഥിരം ജീവനക്കാർ ഇന്ന് ജോലിക്ക് ഹാജരായിട്ടില്ല. പൊതുജനം ബസ്സുകളെല്ലാം ഓടുന്നു, ബസ്സുകളെല്ലാം കാലിയായിട്ട് ഓടുന്നു. ഇന്നത്തെ കളക്ഷനും അതിൻ്റെ EPK-യും EDO-യുടെയും മന്ത്രിയുടെയും പ്രസ്താവന എന്ന് പറഞ്ഞാൽ EPK-യും 35% രൂപയിൽ കുറഞ്ഞാൽ സർവീസ് നടത്തേണ്ടതെന്ന്. ഇന്നത്തെ ഓരോ ബസ്സിൻ്റെയും EPK-യും 20-ൽ താഴെയായിരിക്കും. ബസ്സുകൾ ഓടുന്നുണ്ട്, ആളില്ലാത്തേ ഉള്ളൂ. ആളില്ലാത്ത ബസ്സുകൾ ഓടിച്ച് സർവീസ് നടത്തുന്നുവെന്ന് കാണിക്കുക, അത്രയേ ഉള്ളൂ. സമരം ന്യായം തന്നെ, പക്ഷെ അത് ഒരു അനവസരത്തിലാണോ എന്നൊരു സംശയം. ഞാൻ വെച്ചാൽ അവർക്ക് ശമ്പളം കിട്ടുന്നില്ലെന്നല്ലേ പറയണേ. ജോലിയെ ശമ്പളം കിട്ടണമല്ലോ.